ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ബനാന ഷേക്കാണ്. അപ്പോഴത്തേക്കും നിങ്ങൾ മാംഗോ താണ്ട് ഈ ഒരു ഭാഗത്തിലേക്ക് അരിഞ്ഞെടുക്കുക. ഇതുപോലെ ഇപ്പോൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബനാന താണ്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോഴത്തേക്കും ഞാൻ മാങ്ങ താണ്ട് ഇത്രയും ഒക്കെ ശകലമൊക്കെ എടുത്താൽ മതി. നമ്മൾ മാങ്ങ അരിഞ്ഞെടുക്കാവേ. ഇങ്ങനെ മാങ്ങ അരിഞ്ഞെടുക്കുന്നുണ്ട്. മാങ്ങ അരിഞ്ഞിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി എന്നിട്ട് ഇഷ്ടപ്പെട്ട സൈസ് ചെയ്യുക. എനിക്കിഷ്ടപ്പെട്ട സൈസിലാണ് ഞാൻ ആയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ മാങ്ങ ഒഴിച്ചു കുറച്ച് കുറച്ച് പഴുപ്പായിട്ട് കറണ്ട് ഇപ്പോൾ ഇല്ല, കറണ്ട് പോയിക്കൊണ്ട് അതിൻ്റെ പ്രശ്നമാണ്. പഴുപ്പുമല്ല അരിയുന്നുണ്ട്. തന്നെ ഇങ്ങനെ കട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അരിയുക. വേറെ ആരെക്കൊണ്ട് നിങ്ങൾക്കറിയുന്ന സൈസിൽ നിങ്ങൾ അറിയാവുള്ളൂ. അറിയാത്ത സൈസ് ഞാൻ അരിയുന്നവരൊന്നും അറിയില്ല. എനിക്കറിയുന്ന സൈസ് പോലെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. കറിയൊക്കെ അരികി അരിവാണ്. ഇത്രയും മാങ്ങ മതി. പഴുപ്പായിട്ട് മാങ്ങ കുറച്ച് മാങ്ങ കരി കൊടുക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ പോലെ കഴുകിയെടുക്കാം. ഞാൻ പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞുതരാം ഒന്ന്. അപ്പോൾ നമ്മൾ കട്ടപ്പാലെടുത്തിട്ട് അടിച്ച് നല്ലൊരു ഈ പിച്ചാത്തി വെള്ളിച്ചിട്ട് അടിച്ച് കൊടുക്കുക. അതിന് ശേഷം അത് ചൂടാക്കാനായിട്ട് പിരിഞ്ഞിട്ട് ചൂടാകും. ചില നേരം അത് സ്പൂണിട്ട് ഇളക്കിയിട്ട് ചൂടാക്കാനായിട്ട് സ്റ്റൗവിലോട്ട് വെക്കാം, അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗവിലും വെക്കാം. ഇൻഡക്ഷൻ സ്റ്റവ് വെക്കുന്നതായിരിക്കും നല്ലതും. അപ്പം ഇൻഡക്ഷൻ സ്റ്റവ് ഇല്ലാത്തവർ സ്റ്റൗവിലോ അടുപ്പിലോ വെക്കുക. എന്നിട്ട് നമ്മൾ ചൂടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ടൊന്ന് അത് തണുത്തിട്ട് വേണം, നല്ലതായിട്ട് തണുത്തിട്ട് വേണം നമ്മുടെ മിക്സി ജാറിലോട്ട്. പിന്നെ ഈ എടുത്ത് വച്ചേക്കുന്ന ഈ ഇതുപോലെ അരിഞ്ഞിട്ട് ബനാനയും പിന്നെ ഇതുപോലെ അരിഞ്ഞിരിക്കുന്ന മാങ്കോയും നമ്മൾ പാൽ വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് എന്നിട്ട് നല്ലതായിട്ട് അരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇടും. നമുക്ക് വേണമെങ്കിൽ ഒരു പഴവും ബൂസ്റ്റും കൂടി ഇടാവേ. നമ്മളതിനൊന്നുമില്ല, അതിൻ്റെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോഴത്തേക്കും ഇതാണ് റെസിപ്പി. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ.